ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെ അകത്ത് അടച്ചിട്ടിട്ടാണ് ഞാനിവിടെ വന്നിരുന്നത് ഇൻട്രോ എടുക്കുന്നത്. വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്യാനും ഭയങ്കര പ്രയാസമാണ്. കാരണം ഇവന്മാർ കളിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ രാത്രിയിലാണെങ്കിലും ഇവിടെ കൊതുകിന് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതായി പോകാൻ പറയുന്നത്. ഇപ്പം തന്നെ ഞാനിടാ കുറേ നേരം കൊണ്ട് പറഞ്ഞിടാ സൗണ്ട് കുറയ്ക്കടാ എവിടെ കേൾക്കാനാ. വെച്ചേരം അവൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നു. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ കറണ്ട് ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുന്നു. പ്രൈസൻ സൗണ്ട് ഉണ്ടാക്കാതെ കണ്ട പിള്ളേർ ഓടി വന്ന് ചാടത്തിലൂടെ എടാ അടങ്ങിയിരി പ്രൈസൻ. അടി കിട്ടല്ലേ നീ ഇവിടെ ഇരി. ആ വെറ്റനങ്ങൾ അവിടെ വെള്ളമൊക്കെ തുറന്നു വിടാൻ പോയാ. പിന്നെന്തുവാ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പൂരി ഇന്നത്തെ വീഡിയോയിലും ഉണ്ട്. പിന്നെ ഉണ്ടാക്കി. പിന്നെന്തോ അവിടുത്തെ കൂട്ട് രാവിലെ എണീറ്റ് വരുമ്പം ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കിന് ഷീവ ഒന്നി ഇവിടെ രാവിലെ തേയില വെള്ളം അല്ലെങ്കിൽ കട്ടൻ കാപ്പി. അപ്പോൾ അതങ്ങനെ കുടിച്ച് പിന്നെയാണ് ഒരു ചായ ഇടയും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറയത്തില്ല, എണീറ്റ് വരുമ്പോൾ ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ എങ്ങനെ തന്നിറങ്ങി നല്ലതായിരുന്നു. അതുകൊണ്ട് പാവം ഷീവ രാവിലെ തരും. ഇവിടെ ഞങ്ങൾ ഒരു മിനിറ്റേ, ഷീബയും ഞങ്ങളൊക്കെ നാത്തുമാർ തമ്മി അടി കിട്ടും. ഞങ്ങൾ സഹോദരങ്ങളെ പോലെ അടി കിട്ടും. ഞാൻ പറയവാ, ഇച്ച് കഴിഞ്ഞ് സംസാരിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഞങ്ങൾ ചെയ്യും. ഒരു വക കഴിക്കത്തില്ല. എന്നെ ദിവസം ഇരിക്കുന്ന കണ്ടില്ലേ. പോളിനെ അങ്കിള് വിളിക്കുന്നടാ. അച്ചാച്ചൻ വിളി. നിന്റെ അയ്യോ കൊതുകാണെങ്കിൽ വന്നാൽ പറ്റിയിരിക്കും. ഈ കൊതുകിനെ പേടിച്ച ഈ പിള്ളേരെ വെളി വിടാത്തത്. അപ്പം മഴയാണ്. ഇനി ചിരട്ടയെല്ലാം ഇച്ചിരി വെള്ളം വീണ അതിൻ്റെ അകത്ത് കൊതുക് വന്ന് മുട്ടയെടുത്തത്. അപ്പോൾ അതെല്ലാം ഇനിയും കമത്തി വെക്കണം. അടുത്തത് തുടങ്ങി ഇനിയും വെളിയിപ്പായി. അതിൻ്റെ ബഹളമാണ് ഇവിടെ. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഇറക്കി വിടും. പിന്നെ ഒരു വെയിലാകുമ്പോഴേ കഥയൊക്കെ തുറക്കത്തുള്ളൂ. ഈ പരിസരം മൊത്തം കാടും ഇതുമല്ലേ. എന്തുവാടാ എന്താ കുടിക്കുവാടാ ജോഷ്മോനെ? പാലോ? മിൽക്കിയാ? രാവിലെ ഇവിടെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വിറകടുപ്പിൽ. അല്ലാതെ ഇന്ന് പൂരി ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതില്ല എപ്പോഴും അമ്മയ്ക്ക് പൂരി ഇത്തിരി ഇഷ്ടമാണ്. ഇവിടെ ബ്രദറിനും ഒക്കെ പൂരി ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയുണ്ട്. ഇപ്പം പൂരിയെല്ലാം ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ ബോംബെയിലത്തെ പൊടിയും ഇവിടുത്തെ പൊടിയായിട്ടൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പം പൂരിയുടെ കൂടെ ഗ്രീൻ പീസ് പിള്ളേരും ഇരുന്ന് കഴിക്കുന്നു. കഴിക്കാതിരിക്കുന്നവരെ നമ്മൾ ഇച്ചിരി ഒന്ന് പൊക്കി പറഞ്ഞാൽ മതി. ജേക്ക് തിന്നും ജോഷ് തിന്നത്തില്ല അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ രണ്ടുപേരും മത്സരിച്ചിരുന്ന് കഴിക്കാൻ നോക്കും. നല്ലയാണോ? യെസ്. അമ്മയ്ക്ക് കറിയൊന്നും വേണ്ട. അമ്മ ഇങ്ങനെ വെറുതെ അതിനുന്നത്. ഞാനും പറയത്തില്ല എനിക്കും കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വെറുതെ കഴിക്കുമെന്ന്. അമ്മ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കത്തില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഈ അടുക്കള വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി അമ്മയുടെ കോഴിയെടുത്ത് ഒക്കെ കാര്യം പറഞ്ഞിരുന്ന് അമ്മ കഴിക്കത്തുള്ളൂ. അവിടെ ഇരിക്കുന്ന ഷൂ കണ്ടോ? അത് ആങ്ങളയുടെ ഈ മരമൊക്കെ വെട്ടാൻ പോകത്തില്ലേ രാവിലെയൊക്കെ. ഇവിടെ കാടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടുന്നേ ഈ മേള് വരെയുള്ള ആ ഷൂവാണ്.
ഇപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചക്ക എടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബീഫ് ഞങ്ങൾ ബെൻസിയുടെ അവിടെ നിന്ന് വന്നോണ്ടേ നല്ല പോത്ത്, അവർ അച്ചാറിടാൻ ബീഫ് വാങ്ങിക്കാൻ പോകണേ നല്ല പോത്ത്. അപ്പം ഞാൻ ഇവിടത്തേക്കിനോട് നമുക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നോണ്ടേ ബീഫ് കൂടെ കൊണ്ടുവന്നു. അപ്പം ബീഫ് അവിടെ വെള്ളത്തിലെടുത്തിട്ടേക്കുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഈ കാലയെ വെച്ച് ആ പാത്രം പോകത്തേയില്ല. നമ്മൾ എന്തൊക്കെയും ഇപ്പോൾ വീഴുമെന്ന് നല്ല പ്രാക്ടീസ് അങ്ങനെ അരിയാൻ. തോട്ടുപുളിക്കറിയാണ് നമ്മുടെ മീനിൻ്റെ അകത്തിടുന്ന പുളി പഴുത്തത്. അത് നമ്മൾ മാങ്ങാക്കറി വെക്കുന്ന പോലെ അല്ലേ, അത് മാങ്ങ അരിഞ്ഞ് വേവിച്ചിട്ട് സെയിം മാങ്ങാക്കറിയുടെ അരപ്പ് നല്ല അടിപൊളിയാണ്. കാരം കളയണം, ആദ്യം വേവുന്ന വെള്ളം കളയണം. ആദ്യം ചൂടുവെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കാരം കളയണം, എന്നിട്ടാണ് വേവിക്കുന്നത്. ഉണക്കമീൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു തരാം ആൻറ്റി. ഒരു പാക്കറ്റ് 20, എത്രണ്ണം കാണും? 10 കാണും ഇല്ലേ? 2, 4, 10 തോന്നുന്നു. 4 വാങ്ങിച്ചു, 4 പാക്കറ്റ്. കമ്പിളി നാരങ്ങ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മേളീന്ന് ഇവന്മാരുടെ കൊതി അനുസരിച്ച് ദൈവം ഓരോന്ന് വീഴ്ത്തിയിടുന്നുണ്ട്. നല്ല ഓറഞ്ചിൻ്റെ രുചിയാണ്. റൈസനും പോളിനും എത്ര കിട്ടിയാലും മതി വരത്തില്ല. ചക്ക വേവിച്ചത് ഇച്ചിരി ലൂസായി. അമ്മ പറഞ്ഞ് ഇപ്പം ഇനി തണുക്കുന്നുടനെ ഇതങ്ങ് ഉറയ്ക്കുമെന്ന്. പക്ഷെ തണുത്തുടനെ അതങ്ങ് നന്നായി അങ്ങ് ഉറച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ഞാനെടുത്ത് ഇങ്ങനെ വിളമ്പി വെച്ച് ചൂട് മാറാനായിട്ട്. എല്ലാവരും ചക്കക്കൊതിയരല്ലേ. റൈസന് ചക്ക അത്ര താല്പര്യമില്ല, കപ്പയാണ് അവനിഷ്ടം. ബീഫ് കറിയുടെ റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബീഫ് കറി ഇവിടെ റെഡിയായി. പലരല്ലേ ചെയ്യുന്നത്. ഇപ്പം ഈ മസാലയൊക്കെ എനിക്കിവിടുത്തെ പൊടികളുടെയൊക്കെ എനിക്ക് അവിടുത്തെ കണക്ക് പോലല്ലല്ലോ ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ അമ്മയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം പലരുടെ കൈ ആയതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പം ബീഫ് കറിയും റെഡിയായി, ചക്കയും. പിന്നെ ചോറ് വേണ്ടിയവർക്ക് ചോറുണ്ട്, കൂട്ടാനൊക്കെ ഉണ്ടല്ലാതെ. ഇനിയും കാണിക്കുന്ന വീഡിയോ പിറ്റേന്നത്തെയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ് ഷീബയെടുത്ത് നാത്തൂനോട് എന്നെ ഒന്ന് ഓർപ്പിക്കണേ പഴങ്കഞ്ഞി കുടിക്കാനെന്ന്. ഇന്നാളിലും ചക്ക വേവിച്ചിട്ട് ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഷീബ ഇന്ന് ഓർപ്പിച്ച് ഇച്ചിരി ചക്ക എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പഴങ്കഞ്ഞിക്ക് വേണ്ടി. അപ്പം ഞാൻ പഴങ്കഞ്ഞിയും ഇച്ചിരി മോരും പുളിങ്കറി ഉണ്ടായിരുന്നല്ലേ അതും ഇച്ചിരി മത്തിക്കറി ഇരിപ്പുണ്ടായിരുന്നു. മത്തിക്കറിയും ഇച്ചിരി ഇരുമ്പമ്പുളി അച്ചാറും കാന്താരി ഉണ്ടായിരുന്നു. കാന്താരിയും ഇതെല്ലാം കൂടെ ഞാനൊരു പഴങ്കഞ്ഞി കുടി അങ്ങ് കഴിഞ്ഞ്. വർഷങ്ങൾക്ക് ശേഷം ഈ പഴങ്കഞ്ഞി കുടിക്കുന്നത്. പഴങ്കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഇവിടെ പോൾ മോൻ പിള്ളേരെ ഹിന്ദി പഠിപ്പിക്കുക. അനാർ അത് മമ്മി പറഞ്ഞില്ലേ. ഇപ്പം അവനല്ല പറഞ്ഞേ, അതൊന്നും ആയി വേണ്ട. എന്തുവാ അതൊന്ന് പറടാ. അങ്ങനല്ല, മാംഗോ. അത് അവര് പറഞ്ഞു ശരിയാ ഹിന്ദിയിലാ. ഗുഡ് ബോയ്. കൈ കാണിക്കണ്ട. ഒന്നും കൂടെ പറയാമോ? ഞാൻ നിന്നോട് ചോദിക്കും. ഓക്കെ, ഇത് ഹിന്ദിയിൽ എന്തോ പറയുന്നേ? നിന്നോടല്ല അപ്പൊ ചോദിച്ചേ. എനിക്കിപ്പം ആള് ചോദിച്ചു. നീ മിണ്ടാതിരുന്നോ. ഇതെന്തോ? അല്ല, ഇത് ഈയാ. ഇതെന്തോ? പുളി, ഇമ്മളി. ഇതെന്തുവാ? അല്ല, ഇല്ല. എന്തോ അത് വെച്ചാൽ എന്തുവാ? അല്ല, ഷുഗർ കേനാ. ഇത് ഇംഗ്ലീഷിൽ ഇത് ഷുഗർ കേനാ, ഹിന്ദിയിൽ ഈക്ക്.
എന്തോ തിന്നുവാടാ? ചോക്കോപ്പി ഐസ്ക്രീമാണോ? ജേക്മോൻ തിന്നോ? ആ അതവിടെ വെക്ക. അവന്മാർ ബലൂൺ വേണമെന്നും പറഞ്ഞ് നിൽക്കുക. ബലൂൺ അന്ന് ഷീബയുടെ വീട്ടിൽ പോയിട്ട് വന്നോടനെ അവിടുത്തെ അങ്കിള് ബലൂൺ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ പപ്പ വേണേ ബലൂൺ വേണമെന്ന് പറഞ്ഞു, അത് തപ്പുക. അപ്പം ഇന്നമ്മ ചക്കക്കുരുക്കറി, നമ്മൾ ഈ ഇറച്ചിക്കറി വെക്കത്തില്ലേ അതുപോലെ ചക്കക്കുരു തേങ്ങ കൊത്തൊക്കെ ഇട്ട് സെയിം അതുപോലെ ഉണ്ടാക്കിയ കറിയാണ്. നല്ല കറിയായിരുന്നു ചക്കക്കുരു. പോൾമോനൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കാരണം നമുക്കവിടെ ചക്കക്കുരു അന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ മെഴുക്ക് പുരട്ടുമായിരുന്നല്ലോ. ഇങ്ങനെ ചക്കക്കുരു നമുക്ക് കിട്ടാറില്ലല്ലേ. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ചക്കക്കുരുവൊക്കെ വേവിച്ച് ഉള്ളിയും തേങ്ങയൊക്കെ വഴറ്റി സെയിം ഇറച്ചിക്കൂട്ടും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൊണ്ടിട്ട് വേവിച്ചിട്ട് ലാസ്റ്റിൽ കടുകൂടെ വറുത്തെടുത്ത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലത്തെ പുളിങ്കറിയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് ചക്കക്കുരു കറി എടുക്കാമെന്ന്. ഇന്നലത്തെ ബീഫ് ഇരിപ്പുണ്ട്, അത് വൈകിട്ട് എങ്ങാനും എടുക്കാമെന്ന് വെച്ചു. അപ്പം ചക്കക്കുരും ബീഫും കൂടെ വേണ്ടല്ലേ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ഇത് വേണമെന്നും പറഞ്ഞ് ഇതാണ് എടുത്തത്. ഉണക്കമീൻ എടുത്ത് വറക്കാമെന്ന് വെച്ചാൽ പിന്നെ ചിന്തിച്ചോ വേണ്ടാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.